ഇത് നല്ല സൂപ്പർ കരിമീൻ കേട്ടോ. പിള്ളേർ ഇങ്ങനെ ഫുഡേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കലാണ്. ഇങ്ങനെ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കുന്നത് തുടങ്ങും. മന്തി, ബിരിയാണി, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഫുഡിന് വേണ്ടി ഇപ്പോൾ ജീവിക്കണത് തന്നെ. ഫുഡ് കഴിച്ച് നമ്മൾ ജീവൻ നിലനിർത്താനല്ല, ഇപ്പോൾ ഫുഡ് ഉണ്ടെങ്കിലാണ് അവർക്കൊരു ഹാപ്പിനെസ് ഉള്ളൂ. വെളിച്ചെണ്ണ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെക്കില്ല കേട്ടോ. ഒന്നും പറയണ്ട. ഇന്ന് അങ്കമാലിക്കൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടാണ് വന്നത്. ഞാൻ കുട്ടികൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് സെലക്ട് ചെയ്ത് പറയണ്ട. എല്ലാവരുടെയും ഡ്രസ് കോർഡിനേറ്റർ ഞാനാണ്. അല്ലേ കണ്ണമ്മോനെ? അപ്പം ഇന്ന് ഇതേ നമ്മൾ ഒന്നും പറയണ്ട. കുട്ടികൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് നോക്കിക്കലാണ്. ഇപ്പോൾ കുഴിമന്തി കഴിച്ചാൽ അവർ പറയും അടുത്ത ആഴ്ച മതി അല്ലെങ്കിൽ അടുത്ത മാസം മതി എന്നൊക്കെ പറയും. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും അവർ പറയും കുഴിമന്തി. പക്ഷെ അങ്ങനെ വാങ്ങി കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരുടെ വിചാരം, എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു ഹാപ്പിനെസ് ഫുഡാണ് കേട്ടോ. രക്ഷയില്ല. അത് ശീല അപ്പോൾ നമ്മൾ അനുവദിക്കുന്നതോറും കൂടി വരികയാണേ. രക്ഷയില്ല. ഇവരുടെ ഒപ്പം കഴിച്ചതേ ഞാനുണ്ടതേ എൻ്റെ പോലെ ഒന്ന് ഇങ്ങനെ വീട്ടിൽ വരാണ് ഞാൻ. അതെ. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ കറി വയ്ക്കാം. നമ്മൾ കരിമീൻ കറിയാണ് കേട്ടോ. കുഴിമന്തി അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് കറി നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് വന്നു. മീനാണെങ്കിൽ നമുക്ക് നാളത്തേക്കും ഉണ്ടാവും. എന്താ തലയിടമായി. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇഞ്ചി, ചെറിയ 2 പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയൊക്കെ ഇട്ടു. ഇനി നമുക്കിതേ സവാള. അപ്പം ഞാനിങ്ങനെ വേഗം കറി വെക്കുന്നതാണ്. സമയം ഇപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട്. ലേറ്റായ സമയം. അപ്പോൾ രേഷന് ബാങ്കിൽ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് രേഷന് നല്ല ഫുഡ് കിട്ടി. അപ്പോൾ അതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അച്ഛനോട് തല്ലിക്കുന്നത്. അച്ഛൻ നല്ല ഫുഡ് കഴിച്ചു, ഞങ്ങൾക്കൊന്നും നല്ല ഫുഡ് ഉണ്ടായില്ല. ഇത് പരിപ്പ് കറിയൊക്കെ ആയിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കറിയൊന്നും വെച്ചിട്ടുണ്ടായില്ല. വെക്കാതെ രാവിലെ ഞാൻ പോയത്. രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. പക്ഷെ രാവിലെ പോയിട്ട് എന്താ കാര്യം, ഒരു കാര്യം നടന്നില്ല. അക്ഷയയിലൊക്കെ കയറി അവിടെ ഇവിടെ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ 3 മണി 3:30 ആയില്ലേ. നമ്മൾ 4 മണിയാവാറായി. അപ്പോൾ അത്രയ്ക്ക് ടയേർഡായിരുന്നു. പിന്നെ വന്നിട്ട് പശുവിനെയൊക്കെ കറന്നു. പിന്നെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടി കാറ് ഓടിക്കുമ്പോൾ ഞാൻ ഉറങ്ങി പോയായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു വാടി പോവും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇല്ല ഇനി ഉറങ്ങില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെള്ളം കുടിച്ച് മുഖം കഴുകി എന്തൊക്കെ ചെയ്താലും രക്ഷയില്ല. ഉറക്കം നമ്മൾ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് വെച്ച് നമ്മൾ കണ്ണടഞ്ഞു. അപ്പം ഇതേ സവാള ഇട്ടു. ഉപ്പിട്ടായിരുന്നു അമ്മ. മസാലത്തിൻ്റെ ഇടയിൽ ഉപ്പിടുന്നതായി മറന്നു പോകും. അത് ഉപ്പിടാം. ഉപ്പിട്ട് വേഗം വാടുമല്ലോ. അപ്പോൾ ഉപ്പിട്ടു. ഉപ്പ് കൂടി പോവാമോ. അപ്പോൾ ആ കറി ഇനിയിപ്പോൾ രേച്ചയുടെ മീൻ കറി കാണുമ്പോൾ ചിലപ്പോൾ രേച്ചയുടെ കഴിക്കും കേട്ടോ. ഡയറ്റൊക്കെ ഞങ്ങൾ ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കുന്നു. ചോറ് ഉണ്ടാവേണ്ടതാണ്. ചോറ് തല നിറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറിയൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. കിഴങ്ങ് നല്ലതായിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് ഇനി അതിനൊന്നും നേരമൊന്നുമില്ല. ഇത്ര വഴുന്നാൽ മതി കേട്ടോ. നോക്കി ഇത്ര വഴുത്തണോളൂ. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കഴിക്കണ കൊള്ളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കറി വെക്കണത്. നമുക്ക് അത്ര വെളിച്ചെണ്ണ അകത്ത് പോകില്ലല്ലോ. അപ്പോൾ ഇത്തിരി കറി വെച്ചേക്കാം. ചിലപ്പോൾ മീനൊക്കെ അതൊക്കെ നാളത്തേക്കുള്ളൂ. ഇന്നെല്ലാം കൂടി ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് ശരിക്കും നല്ല ജ്യൂസ് പോലെ ആവട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തക്കാളി അങ്ങനെ തന്നെ കിടക്കുമ്പോൾ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി കിട്ടില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴലിടാം. ആറുമിന് അപ്പോൾ കരിമീൻ പൊള്ളിക്കണം. അപ്പോൾ അവൾ തന്നെ മസാലയൊക്കെ റെഡി ആയിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ അവിടെ സവാള ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. മീൻ്റെ വറക്കാൻ പോകുന്നു. അത് കറിക്ക് അച്ഛൻ ഇനിയിപ്പോൾ ഇത്തിരി കഴിക്കണമെങ്കിൽ കറി കഴിക്കട്ടെ നോക്കിട്ടോ. അമ്മ എനിക്ക് വേണം മീൻ വറുത്തത്. 2 വേണം. എല്ലാം വേണം. ഈ അച്ഛൻ എന്താ ചെയ്യല്ല. മീൻ പാടം കൃഷി ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛൻ കോഴി ഫാം നിർത്തി കൊടുക്കണം. കോഴി ഫാമാ നമുക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ പറയണമെങ്കിൽ കോഴി ഫാമ് നമ്മൾ വലിയ ഫാമിലി ആയതുകൊണ്ട് വാങ്ങിക്കുന്നത് ആ ഒരു നേരത്തേക്ക് തികയാറുള്ളൂ. പക്ഷെ ഞാൻ ചില സമയങ്ങളിൽ കറി മാത്രമായിട്ടൊക്കെ വയ്ക്കുമല്ലോ, മറക്കില്ല. എല്ലാം കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ തികയില്ല. അപ്പം അതുകൊണ്ട്
മിക്കവാറും കറികളിലോട്ട് ഒതുക്കാറുണ്ട്. ഇപ്പോൾ 2, 4, 6 അപ്പോൾ ഇനിയിപ്പോൾ മുളക് വാങ്ങിച്ച് പൊടിച്ചിട്ട് വേണം. അപ്പോൾ മഴയൊന്നും ഇനിയിപ്പോൾ മുളക് വാങ്ങിച്ച് കഴുകി ഉണക്കണം നടക്കില്ല. മില്ലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ പൊടി മഞ്ഞൾപ്പൊടി ഇടാം. ഇട്ടു. അധികം മുളക് പൊടി ഇടാം അല്ലേ? വേണ്ട. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് വേഗം പണി എളുപ്പം കേട്ടോ. അതേ തേങ്ങ ചിരണ്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി. അപ്പോൾ നമുക്ക് കുറച്ച് തലപ്പാൽ എടുത്ത് വയ്ക്കാം. തലപ്പാൽ കുറച്ച് തേങ്ങ ഉള്ളു. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയതായിട്ടുള്ള ചാറ് വേണ്ട. കുറച്ച് ചാറ് ഉണ്ടാക്കാം അല്ലേ? ഞാൻ തേങ്ങ തരാം. എന്താ ചാറ് വേണം? ചാറ് വേണം. തേങ്ങ നീ മോൻ ചിരണ്ടി കഴിഞ്ഞാൽ ആ സ്ലാബ് നിറയെ തേങ്ങ ഇല്ല. മെഷീനിൽ ചിരണ്ടി ഇല്ല. അത് കുഞ്ഞൻ ചീരണ്ടിയതാ. കുഞ്ഞൻ ചട്ടിയതാ. അല്ലെങ്കിൽ മോൻ ചിരണ്ടി കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല. ഞാനതിന് പഠിച്ചു വരുന്നുള്ളൂ. പഠിച്ചു വരുന്ന ആളുകൾ അങ്ങനെ ചിരണ്ടിയാൽ ഫുള്ള് തെറിക്കാറുണ്ട് പേടിച്ചിട്ട്. കൈനോട്ട് കിടന്ന് തന്നെ ഇറങ്ങി പോണ സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ കഴിച്ചാൽ പറ്റില്ല മോളെ. ടയേർഡാണ്. അതല്ലേ മന്തി വാങ്ങാൻ പറഞ്ഞേ. മന്തി കഴിച്ചാൽ ആ ഒരു നേരത്തേക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കൊക്കെ കുറേശ്ശെ എല്ലാം ഉണ്ടാവും. ഇപ്പൊ നാളത്തെ കല്യാണം കല്യാണത്തിന് ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചക്ക് സദ്യ കഴിച്ച് വന്നു കഴിയുമ്പോൾ തന്നെ വിശപ്പ് തുടങ്ങുമല്ലോ. ഇല്ലല്ലോ. അങ്ങനെയാണോ എല്ലാവരും? നമ്മളൊരു സദ്യയൊക്കെ കഴിച്ചു വന്നു കഴിഞ്ഞ് വീട്ടിൽ മരുന്ന് കയറുന്നതിന് മുമ്പ് വിശക്കും ഇല്ലേ? ഇല്ല. നമ്മൾ തിരിച്ചുവരുമ്പോൾ മന്തി വാങ്ങിച്ചിട്ട് വരും. മന്തി കഴിച്ച് ചാവ എത്രയോ പേരെ മരിക്കണെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ വാങ്ങുന്ന പ്യൂർ മന്തിയാണ്. പിന്നെ ഇങ്ങനെ കഴിച്ച് നമ്മള് ഭയങ്കര വണ്ണമുള്ള ആളുകളാവും. അമ്മ നാട്ടുകാരാണെങ്കിൽ വണ്ണൂലെന്നാ. അതൊക്കെ അധികം നേരം വേണ്ട വണ്ണം വെക്കാൻ. ഞാനൊക്കെ വണ്ണം വെക്കണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വണ്ണം കുറയാൻ ഒരുപാട് ആഗ്രഹിക്കും. എന്താ ഉപ്പിടാന്ന് ആ കുഞ്ചമ്മണെങ്കിൽ അവിടെ ഇരിക്കായിരുന്നു. കുഞ്ചപ്പൻ ആന്റിയുടെ വീട്ടിൽ പോയല്ലേ? ബ്ലാഡി സൈനിക സ്കൂൾ. എവിടെയാണ്? ഡോക്ടർ രാജു ഡേവിസ്. അവിടെയാണോ? അങ്ങോട്ട് പോകണമേ. അമ്മ അച്ഛനോട് പറഞ്ഞ 3 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ. അപ്പൊ അവിടെ തന്നെ എല്ലാം നമുക്ക് അവിടെ തന്നെ പഠിച്ചിറങ്ങാം അല്ലേ? അതെ. ആലോചിക്കണമെന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാ അഡ്മിഷൻ. നമ്മൾ കറി ഗ്രേവി കുറച്ച് ചിക്കൻ തടച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇങ്ങോട്ട് കുറച്ച് പറക്കിടാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ മീൻകറി മപ്പാസല്ല, ഇങ്ങനെ മീൻകറി വറുത്തിട്ട് വെക്കണേന്ന് തോന്നുന്നു മപ്പാസ് എന്ന് പറയണേ അല്ലേ? അത് ഫിഷ് മോളിയാണ്. മപ്പാസ് എന്ന് പറയണത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് കരിമീനും കറി എങ്ങനെ വെച്ചാലും നല്ല സൂപ്പറാണ്. തിളക്കട്ടെ. അപ്പൊ ഇത് 2, 4, 5 ഉള്ളൂ. 5 മതിയല്ലോ. 5 മതി എന്ന് അച്ചാമക്കൊക്കെ വേണ്ടേ? അപ്പൊ നമ്മൾക്ക് ഒരു പണിയാം. ഈ മീനിന്റെ ഒരു വശം ഒരാൾ കഴിക്കുമ്പോ അടുത്ത വശം വേറൊരാൾ കൊടുക്കാം. അതല്ലേ നല്ലത്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തല വേണ്ട, ഒരാൾക്ക് വാല് വേണം. അപ്പൊ എല്ലാവർക്കും വാല് വേണം. അപ്പൊ എല്ലാവർക്കും വാല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു പണിയാം. ഒരു വശം കഴിച്ച് കഴിയുമ്പോ അടുത്ത വശം വേറെ ആൾക്ക് കൊടുത്തേക്കാം. അത് വേണ്ട. 1 മിനിറ്റ് ഉണ്ടല്ലോ. 4 മിനില്ലേ ഹാഫ് ആക്കി വെക്കാം. 4 മിനിറ്റ് ഹാഫ് ആക്കുമ്പോ മീനെല്ലാം പല അളവാ. കുഴപ്പമില്ല. 2 എടുത്ത് നമുക്ക് ഇത് വെക്കാം. വാഴയില് പൊള്ളിക്കാം. അപ്പൊ ചേച്ചിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കരിമീൻ പൊള്ളിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് മുളക് പൊടിയൊക്കെ പറ്റാം. കുട്ടികൾ പറയാണ് എന്തിനാ ഇങ്ങനെ ജീവിക്കണേ, ഒരു നിമിഷത്തിന് നേരം കൊണ്ട് മരിച്ചു ചത്തു പോകാനുള്ള മന്തിയും പോയി എല്ലാം പോയി. അപ്പൊ ഇപ്പൊ പിള്ളേരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ അങ്ങനെ. ഇവരോട് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്ക് പറ്റുപിടിക്കും. പിന്നെ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കള്
ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അതെ, ഇപ്പൊ മന്തി ഓർഡർ ചെയ്യും. അപ്പൊ പറയുമ്പോ അവര് ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവർക്കുള്ളൂ. കഴിക്കുക നല്ല നല്ല ഭക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങളും ചിലപ്പോൾ പരിപ്പ് കറി ആയിരിക്കും, ചിലപ്പോൾ കടലക്കറി ആയിരിക്കും. കടലക്കറി വെച്ച് ഞങ്ങൾ രാത്രി വരെ കടലക്കറി കൂട്ടാറുണ്ട്. അപ്പോൾ മീനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതൊന്ന് കടല ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കടല മതി കേട്ടോ. മോരുകറിയും പപ്പടം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ മോരുകറിയും പപ്പടം ആയിരിക്കും. പിന്നെ രസവും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ മീനൊന്നും വാങ്ങിക്കാറില്ല. മീൻ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച ആ സമയം വേഗം കഴിച്ചു കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. പൊടി ഇട്ടു കേട്ടോ. ഉപ്പും മുളക് പൊടിയും കൂടി ഞാൻ പരത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പരത്തി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് വെളിച്ചെണ്ണ ഒഴിക്കാമേ. വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അടിക്ക് പിടിക്കില്ല പെട്ടെന്ന്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കി. ചില യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഈ ഗ്രേവിയിലൊക്കെ പറ്റുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ഒഴിക്കാറുണ്ടായില്ല. പക്ഷെ ഒരു ദിവസം ഇതുപോലെയൊക്കെ എനിക്ക് അങ്ങനെ ഒഴിക്കണം എന്നൊക്കെ തോന്നി. ഞാൻ അങ്ങനെ ഒഴിച്ചു കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസം. ഫ്രൈ പാനിൽ കുറച്ച് ആ ഒരു ഇതൊക്കെ പോയതായിരുന്നു കേട്ടോ. അതിൻ്റെ കോട്ടിങ് ഒക്കെ പോയ ഒരു ഫ്രൈ പാനിലാണ് ഞാൻ വറുത്തത്. പക്ഷേ ആ കോട്ടിങ്ങിലൊന്നും പിടിച്ചില്ല മീൻ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അങ്ങനെ മീൻ അടിയിൽ പിടിക്കില്ല കേട്ടോ. അതൊരു ടിപ്സാണ് എന്തായാലും. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ വെളിച്ചെണ്ണ ഒഴിക്കണതിൻ്റെ പ്രത്യേകത. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കില്ല അടിയിലൊന്നും പെട്ടെന്ന്. ഈ ജഗ്ഗ് കുപ്പിയൊന്നും മാറ്റി ജഗ്ഗിലോട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം വെളിച്ചെണ്ണ കുപ്പിയൊക്കെ തപ്പി കിടക്കും കേട്ടോ. അതാണ് ഇത്ര ഓർമ്മയാണ് ഭയങ്കര. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് തട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പ് നോക്കാനായിട്ട് എന്താ മാർഗം വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കിൻ്റെ തുമ്പത്ത് ഇങ്ങനെ എടുക്കുക. കൈ ജസ്റ്റ് തുമ്പി കളയാം. പാകത്തിന് ഉപ്പുണ്ട്. ഞാനിപ്പോൾ നാരങ്ങ നീരൊന്നും പറ്റണില്ല. കുറച്ച് ചൊറക്ക ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരിന് വല്ല ചൊറക്കയുണ്ട് ഒഴിക്കണത്. നാരങ്ങ ഒക്കെ ഇനിയിപ്പോൾ എടുത്തൊന്നും ഒഴിക്കാനുള്ള നേരമൊന്നും ഇല്ല. പിന്നെ നൈറ്റ് ആയിരുന്നേ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണ്ടേ. ഇത് ഫുൾ വർക്കായിരുന്നു. രാവിലെ ഇന്നാണെങ്കിൽ എൻ്റെ യൂട്യൂബിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായില്ല. നാളെ ഇടുന്നുള്ള ആലോചനയാണ്. അപ്പം ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റ് കിടക്കായിരുന്നു. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ പോയി. പിന്നെ രാവിലെ നമ്മുടെ ഫാമിലെ പണികളൊക്കെ തുടങ്ങി. എനിക്ക് ആ ചൊറക്കയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അമ്മയൊക്കെ തെങ്ങിൻ ചോർക്കയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ആ തെങ്ങിൻ ചോർക്ക ഒഴിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം ആ തെങ്ങിൻ ചോർക്കയൊന്നും അല്ല ഒഴിക്കണേ. എന്നാലും എനിക്ക് ആ ഒരു ഓർമ്മയിൽ ഞാൻ കിട്ടണ ചൊറക്ക എടുത്തങ്ങോട്ട് ഒഴിക്കും. ഇഷ്ടം ചോർക്ക ഒഴിക്കും. രജിഷേട്ടൻ ചോർക്ക ഒഴിച്ച് ഒട്ടും തന്നെ പുളി ഇഷ്ടമില്ലാത്ത ഒരാളാണ് രജിഷേട്ടൻ. എനിക്ക് കുറച്ച് ചെറിയ പുളി, ഒരുപാട് പുളിയല്ല. തിളപ്പിക്കാണോ ഇത് ആ ചാറ് കഴിക്കാനാണ്. അപ്പം ആ കറി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ടേബിളൊക്കെ തുടയ്ക്കാം കേട്ടോ. ടോപ്പൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യും. അപ്പം പിന്നെ കറി ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച് നമ്മളെ കഴിച്ച പാത്രം കഴിച്ച് വേണ്ടി എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ പാത്രം കഴുകിലൊക്കെ ജസ്റ്റ് വെറുതെ സോപ്പ് ഓയിലൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ വെക്കണമാണ്. സോപ്പ് ഓയിലിട്ടൊന്നും കഴുകുന്നില്ല. ഞാൻ അത്രയ്ക്ക് ടയേർഡായതുകൊണ്ടാണ്. അപ്പോൾ ചായയൊക്കെ ഇരിക്കുന്നു. വെച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് പൊടിക്കാൻ പറ്റില്ലാന്നൊന്നും ആളെ നിൽക്കാൻ നന്നായിക്കൊണ്ട് വന്നേക്കാം. എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നന്നാക്കി തരാനൊക്കെ കൊണ്ടിട്ട് വന്നേക്കണതാണ്. ഇനിയിപ്പം എന്തെങ്കിലും ആവട്ടെ ഇയാളുടെ ഇഷ്ടത്തിനോട് ഉണ്ടാക്കി കൊടുത്തേക്കാം. അപ്പം നമ്മൾ തലപ്പാൽ ഒഴിക്കുക കേട്ടോ. അണ്ണാച്ചി ഒന്നേ സന്തോഷമായി. അണ്ണാച്ചിയാ കുഞ്ചപ്പനല്ലേ? അതെ. കുഞ്ചപ്പൻ വന്നിട്ട് എങ്ങനെയെങ്കിലും മൊബൈൽ കൊടുത്തിട്ട് ഓടി രക്ഷപ്പെടാനാട്ടോ. അതേ കരിയും കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടോ. അകജീൻ
ആക്കുന്ന അച്ഛ ആ വയറൊന്ന് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോവായിരുന്നു. അവരെന്ത് വിട്ടേച്ചാ എന്നിട്ടാണ് കണ്ണേട്ടന് പോയിട്ട് ഡാൻസ് കളിക്കാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാല്ലേ. കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ കറി, ഇതൊക്കെ എന്താ സീ ഫുഡാണ്. സീ ഫുഡല്ല, റിവർ ഫുഡ്. പുഴമീൻ കറി, പുഴമീൻ വറുത്തത്, പുഴമീൻ. യെസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. പട്ടക്കടന്ന് നന്നായിട്ട് പൊരിയാണ് നമ്മുടെ മീൻ. ഞാൻ മീൻ്റെ വാല് പൊന്തിയിരിക്കുന്നു. നല്ല പച്ച മീനായിരുന്നു, അതാണ്. അയ്യോ ഒടിഞ്ഞു ലേശം പഠിച്ചേക്കണം, അതാണ്. ഇതിന്റെ വാല് വളഞ്ഞു. ഇത്ര ഉള്ളോ? ആ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലേ, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അവിടെ തക്കാളി ഉണ്ട്, പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ട്, സവാള ഉണ്ട്, ഇഞ്ചി ഉണ്ട്. അമ്മയില്ലാത്തോട്ട് ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാനാണ് ചിലയിലൊക്കെ പറയുന്നത്, ബാക്കിയെല്ലാം അമ്മ പറഞ്ഞോളൂ. അപ്പൊ ഇഞ്ചി അങ്ങോട്ട് തൊട്ടു. പിന്നെന്താണ് കൊടുക്കുന്നത്? ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് കമത്താൻ പോയാണ്. ഇവിടെ മന്തി അടുത്ത ആഴ്ച അടുത്ത മാസം സ്കൂൾ തുറക്കണേന്നില്ലേ, അതേ പോയിന് വേണ്ടിട്ട് ഞാൻ അമ്മ മന്തി ഉണ്ടാക്കാം. ആ റൈസും കൂടുതലുണ്ടാക്കാം, ചിക്കൻ കുറച്ച് കൂടുതലും വാങ്ങാം. സാധാരണ 2 കിലോ അല്ലേ വാങ്ങാറ്, അത് മറ്റേ 4 റൈസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാല്ല. മറ്റേ അൽബാർ അങ്ങനത്തെ പറഞ്ഞില്ലേ അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വാട്ടണം അല്ലേ, ഉപ്പിടിക്കണം. കണ്ട ഇവരെ ക്യാമറ മുമ്പിൽ വരുമ്പോ ഒരു ഇതാണ്. അതായത് കുട്ടിക്ക് നാണമാണ്. സവാള ഒക്കെ ഇട്ട് കൊടുക്കണം. അമ്മേനെ പഠിപ്പിച്ചോണ്ടാ. വാഴ വേണ്ടേ? വാഴയുടെ കൂമ്പ്. ഇത് വാഴയുടെ മറ്റേ തണ്ടില്ലടാ, വെറും എല്ലും കോലും തണ്ട്. അത് എല്ലും കോലും തണ്ട് ഇതല്ല, അത് അവിടെ ഉണ്ട് കേട്ടാ. എല്ലും കോലും തണ്ട് അങ്ങോട്ട് ഇപ്പൊ പോയിട്ടുണ്ട്. അതെ തണ്ട് 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 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ പേര് തന്നെ വെളുത്തുള്ളിയാ. നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് എടുക്കുകയാണ്. ഗുരുവായൂരത്തെ പ്രസാദം ചേച്ചിയൊക്കെ വന്നപ്പോ ഗുരുവായൂർ പോയിക്കായിരുന്നു, രായി ചേച്ചിയൊക്കെ. അപ്പൊ ഗുരുവായൂർ പോയി വന്നപ്പോൾ പ്രസാദമാണ്. അതായത് അച്ഛൻ്റെ പെങ്ങള് അല്ലേ. നമ്മുടെ എല്ലാം നമുക്ക് വാട്ടി കൊടുക്കും. കോലിയിൽ തുണി കെട്ടി അവിടെ. അപ്പൊ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, നാളെ വെക്കാം അല്ലേ? അച്ഛനാണോ? അതൊക്കെ നാളെ ചെയ്യാൻ പറഞ്ഞു. മസാല ഉള്ളൂ. എന്താ എന്താ നിനക്ക് ഇവിടെ ഇപ്പൊ 4 ഫുള്ള് കുഴിമന്തി അതെങ്കിൽ അമ്മ ഉണ്ടല്ലോ 2 ഫുള്ള് അടിച്ചു കയറ്റിയാനേ ഉള്ളതല്ലേ. അയ്യോ ഒരു ബിരിയാണിക്ക് കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ അല്ല അതല്ല, ഇവരുടെ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കഴിക്കാൻ തോന്നില്ല കേട്ടോ. ഉള്ള കാര്യം പറയാതെ. പക്ഷെ അമ്മ ബിരിയാണിനെക്കാളും കൂടി കുഴിമന്തി കഴിക്കോ? ബിരിയാണിയാണ് എനിക്ക് വേഗം പട്ടിക്കുമായിരുന്നു. ബിരിയാണി അധികം കഴിക്കില്ലായിരുന്നു, പക്ഷെ കുഴിമന്തിന്ന് റൈസ് ഞാൻ കഴിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് എന്റെ ചേട്ടന്മാര് കഴിക്കണ പോലെ പകുതി പോലും ഞങ്ങൾ ഇനി കുഴിമന്തി വാങ്ങുമ്പോ കണ്ണനും കുഞ്ഞിനും കഴിക്കാൻ കാണിച്ചു തരാം. ഒരു 5 ആൾക്ക് കഴിക്കാനുള്ള എന്തായാലും
കുഴിമന്തി എത്ര കഴിച്ചാലും മതിയാവില്ല ഇത്. അപ്പൊ ഇനി ഇത് വേണം എന്തുവാ വാഴല പറിച്ചിട്ട് തരാം. വാഴല എടുത്തിട്ട് വരാൻ പറയും പാർദേശിനോട്. അപ്പൊ അമ്മ പൊട്ട് നിറച്ചോണ്ടിരിക്കുന്നു കുറ്റിയിലോട്ട്. വേഗം പണി തീർക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒന്നും നോക്കുന്നില്ല. വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. കൈ കാലൊക്കെ കളഞ്ഞു. റെസ്റ്റ് എടുത്തല്ലേ വണ്ടി ഓടിക്കലും ഇനി മൂടി എന്തേ മുളക് പൊടിയാണ് ഇട്ടേക്കണേ. ഇനി മുളക് പൊടി മാത്രമേ ഇടണുള്ളൂ. നാടൻ പൊളിക്കലിൽ ചെറിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ. ഇടാൻ മറന്നു കേട്ടോ. അപ്പം പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ അത് കറക്റ്റിടും കൂട്ടിട വേപ്പിലെടുത്ത് മുളക് അല്ല വേപ്പില. വേപ്പില ഞാൻ കഴുകി ഉടുത്ത് വെച്ചേക്കണം കേട്ടോ. വേപ്പില സവാള വാടിയിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ വാടി മീനിന്റെ കഷ്ണം. അതെ, ഞാൻ ഇത്തിരി ഉപ്പ് എടുത്ത് നോക്കിയതാ കേട്ടോ. ഉപ്പുണ്ടോന്ന്. ഉപ്പില്ല. ഇതിന് കുറച്ച് കൂടുതലിട്ട് പുട്ടായി പുട്ടായി. അമ്മ പുട്ടായി പുട്ടായും ദേ ആവിയനുണ്ട്. ഇല ഒന്ന് വാട്ടാൻ പറ്റാട്ടോ. നമ്മുടെ നൂലിന്ന് എടുക്കുന്നോ? എന്നാ നൂല് അവിടെ ഉണ്ട്. 2 മീനാണ് കേട്ടോ നമ്മൾ ഇതാക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരാം. ആരാ ടി വി വെക്കണേ? അച്ഛൻ കാണും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ആദ്യം കുറച്ച് മസാല ഇടാം, എന്നിട്ട് മീൻ ഇടാം, എന്നിട്ട് പിന്നെ മസാല ഇടാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഇത്തിരി മസാല ഇട്ട് കൊടുക്കാം. മൊബൈലിൽ ചെറുതായിട്ട് കൂട്ടി. ചെറിയ മീനിടാം അതിൻ്റെ അകത്ത്. ഫുഡിങ് ചാനലിലേക്കല്ലോ സെക്കൻഡ്. സെക്കൻഡ് ചാനൽ ഫുഡിങ് ചാനലിലേക്കല്ലേ. ഫുഡിന് മാത്രമേ അതിൻ്റെ അകത്ത് വരാറുള്ളൂ കൂടുതലും. ഇപ്പം നിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് എടുക്കില്ലേ? ഞാൻ വാഴനൂലൊന്നും കൊണ്ട് കെട്ടാറില്ല കേട്ടോ. ഇതുകൊണ്ട് തന്നെയാണ് കെട്ടാറ്. മസാല പുറത്തോട്ടോ? മസാല പുറത്തോട്ടോ?
பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் பகலும் முடியவில்லை பூந்தளிரே வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதயன்னை இவள் தோட்டம் பூ பூக்குதே வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயன்னை இவனுக்குள் என வெல்லுதே இதயம் முழுக இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇതോടുകൂടി തീർന്നു കേട്ടോ. ഇന്ന് ആദ്യം മോശം ദിവസമായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായി. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാത്തതിൻ്റെയൊക്കെ ക്ഷീണമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. പരിപ്പ് കറി മാത്രമേ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയുള്ളായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും വിശപ്പ്. മന്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 4 കുട്ടികളും മുന്നോളിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ മന്തി ഇങ്ങനെ കഴിക്കണ്ട, ചിക്കൻ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഒഴിവാക്കിയതാണ്. അങ്ങനെ മീൻ വാങ്ങിച്ചിട്ടുള്ള വിഭവങ്ങളാക്കി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കുറച്ച് പേരാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെസ്സേജൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാം ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. दिल ये बेचैन में रस्ते पे नैन में दिल ये बेचैन में रस्ते